നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ നാട്ടിൽ അടുത്തിടെ എത്തിച്ചേർന്ന ഒരു ആഘോഷമാണ് കേക്ക് മിക്സിംഗ് സെറിമണി. പാശ്ചാത്യ ലോകത്ത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ 17-ാം നൂറ്റാണ്ട് മുതൽ നിലനിന്നിരുന്ന ഒരു ആഘോഷമാണ് ഇത്, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയ ഒരു ആഘോഷമാണ് ഇത്. ഈ സംസ്കാരങ്ങൾ കൂടിക്കലരുമ്പോൾ പലതും കടൽ കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താറുണ്ട്. അത്തരം ആഘോഷങ്ങൾ പിന്നീട് നമ്മുടെ തനത് സംസ്കാരവുമായി കൂടിച്ചേരുന്നു. വളരെ രസകരമായൊരു അനുഭവമല്ലേ? കേക്ക് ഒരു കൂട്ടം മധുര സ്വാദുകളുടെ സമ്മേളനമാണ്. ലോകമെമ്പാടും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും രുചിയും ഓർമ്മകളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള വിഭവം കൂടിയാണ് കേക്ക്. സാധാരണയായി ക്രിസ്മസ് കേക്ക് കൂടുതലും പ്ലം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. പഴയ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളടക്കം, പ്ലം കേക്ക് നിർമ്മിക്കുവാൻ ആവശ്യമായ ഉണക്കപ്പഴങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചുകൂടി ആഘോഷപൂർവ്വം യോജിപ്പിച്ച് ഭരണിയിലാക്കി സൂക്ഷിക്കുന്നതായിരുന്നു പതിവ്. ഒരു 17-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലൊക്കെ തണുപ്പ് കാലത്ത് നട്ട്സും ഫ്രൂട്ട്സും എല്ലാം പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അവരതിലേക്ക് ആൽക്കഹോൾ ഇട്ടിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. ആ ട്രഡിഷൻ ഫാമിലീസായിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ആഘോഷമായിട്ട് ചെയ്ത് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് ഇത്ര ഒരു ഹിസ്റ്ററി ഉള്ള കാര്യം മലയാളിക്ക് ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മളെല്ലാവരും എപ്പോഴും ഇത് ചെയ്യണം. ബിക്കോസ് വീട്ടിലാണെങ്കിലും ഹോട്ടൽസിലാണെങ്കിലും ദിസ് സെലിബ്രേഷൻ ജസ്റ്റ് ബ്രിങ്സ് എവറി വൺ ടുഗെദർ. ശൈത്യകാലത്തിന്റെ വരവ് അടയാളപ്പെടുത്തിക്കൊണ്ട് വിളവെടുപ്പ് സീസൺ ആഘോഷിക്കുന്ന പഴയ പാരമ്പര്യത്തിലേക്കാണ് കേക്ക് മിക്സിംഗ് സെറിമണിയുടെ കണ്ണികൾ നീണ്ടുകിടക്കുന്നത്. പ്ലം കേക്ക് മിക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൽ, അതായത് ക്രിസ്മസിന് മുമ്പായിട്ടാണ് പ്ലം കേക്ക് മിക്സിംഗ് ചെയ്തത്. നമ്മൾ ഹാർവെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ്, അതായത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ഫ്രൂട്ട്സ് വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് യൂറോപ്യൻ കൺട്രീസിൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇന്ത്യയിൽ ഐ തിങ്ക് 1983 നമ്മൾ ആദ്യമായിട്ട് പ്ലം കേക്ക് ചെയ്യണത്. അത് ഐ തിങ്ക് നോർത്തിൽ ബംഗാളിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലം കേക്ക് ചെയ്യണത്. കേക്കിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട ചരിത്രം യൂറോപ്പിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്ലം പോറിഡ്ജ് എന്ന ഭക്ഷണമാണ് പിൽക്കാലത്ത് ക്രിസ്മസ് കേക്കായി പരിണമിച്ചതെന്ന് കരുതുന്നു. ഓട്സിൽ ഉണക്കമുന്തിരിയും മറ്റു വസ്തുക്കളും ചേർത്ത് തയ്യാറാക്കുന്ന കുറുകിയ ഈ ഭക്ഷണം നോമ്പിന് ശേഷം വയറിനെ പാകപ്പെടുത്താനാണ് രൂപപ്പെടുത്തിയത്. ഈ മിശ്രിതത്തിൽ ഓട്സിന് പകരം വെണ്ണ, മുട്ട, ഗോതമ്പുപൊടി തുടങ്ങിയവ ചേർത്തപ്പോൾ പ്ലം കേക്ക് രൂപം കൊണ്ടു. നമ്മളിപ്പോൾ ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഇപ്പം എല്ലാ ഹോട്ടലുകളും അല്ലെങ്കിൽ എല്ലാം ഫേമസ് മാളുകളിലെല്ലാം പ്ലം കേക്ക് മിക്സിങ് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രത്യേകതകളുണ്ട്. നമ്മുടെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്പൈസസും നമ്മുടെ നട്ട്സും പിന്നെ നമ്മുടെ കേക്ക് വയ്ക്കുന്ന, അതായത് ആൽക്കഹോൾ യൂസ് ചെയ്ത് മെച്യൂർ ചെയ്ത് വയ്ക്കുന്ന ടൈമിംഗ് ആണ് നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേകത ഐ തിങ്ക് നമുക്ക് മാത്രം ഉണ്ടാവുള്ളൂ. ക്രിസ്മസ് കേക്കിനായി ഉണക്കിയ പഴങ്ങൾ, പരിപ്പ്, മദ്യം എന്നിവ ഒരുമിപ്പിച്ച് കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്ന സിറപ്പ് സൺഡേ എന്ന ആഗമനത്തിന് മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ചയിൽ ആഘോഷങ്ങൾ പരിണമിച്ച് കേക്ക് മിക്സിംഗ് സെറിമണി എന്ന ചടങ്ങായി മാറി. വലിയ അളവിലുള്ള പ്ലം കേക്കുകൾ ഉണ്ടാക്കുന്നതിന് അക്കാലത്ത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും വീടുകളിലോ പൊതുസ്ഥലങ്ങളിലോ ഒത്തുചേരുമായിരുന്നു. ഇൻഗ്രീഡിയൻസ് നമ്മൾ നോർമലി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നട്ട്സുമാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ടർക്കിഷ് ഫിഗാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ വാൾനട്ട്സ് ഉണ്ട്, പിന്നെ റേസിൻസ് ഉണ്ട്. റേസിൻസ് നമ്മൾ 2 വെറൈറ്റി യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജ്യൂസി റേസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സോഫ്റ്റ് റേസിൻ. അങ്ങനെ 2 വെറൈറ്റി റേസിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഡ് കറണ്ട്, ഇമ്പോർട്ടഡ് റെഡ് കറണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കാഷ്നട്ട് ഉണ്ട്, ആൽമണ്ട് ഉണ്ട്. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പാരമ്പര്യം പിന്നീട് ആഗോളതലത്തിൽ വ്യാപിച്ചു.
ഇപ്പോൾ പല സംസ്കാരങ്ങളിലും നാടുകളിലും ഹോട്ടലുകളും കമ്മ്യൂണിറ്റികളും ചേർന്ന് നടത്തുന്ന ഒരു ജനപ്രിയ ആഘോഷമാണ് കേക്ക് മിക്സിംഗ് സെറിമണി. നമ്മൾ ഈ വർഷം പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ പ്ലാൻ പ്രകാരം 3000-3500 കേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിലേക്കല്ല പോകുന്നത്. നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി കേക്ക്സ് ഈ ടൗണിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം ആസ് പെർ ദ താജ് സ്റ്റാൻഡേർഡ്. ഗീ ആകട്ടെ, അമൂൽ ബട്ടർ, വി ഡോണ്ട് യൂസ് എനി മാർജറിനോർ ഡാൽഡയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മൾ പ്യുവർ ഹണി, പ്യുവർ ഗീ, പ്യുവർ ബട്ടർ അതാണ് നമ്മൾ ഉപയോഗിച്ച് കേക്ക് മിക്സിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ക്രിസ്മസും പുതുവർഷവും രുചിസമ്പന്നമാക്കാൻ കേക്കുകൾ ഒരുക്കുന്നതിനായി കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഈ സമയം കേക്ക് മിക്സിംഗ് സെറിമണി ആഘോഷങ്ങൾ നടക്കുന്നു. നമ്മളുടെ ക്രിസ്മസിനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ വിവാന്ത എറണാകുളത്തിന് ഈ വർഷം ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഡിസംബർ 20th തുടങ്ങുന്ന നമ്മുടെ സ്പെഷ്യൽ ക്രിസ്മസ് ഗാല ഡിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ സീസണിൻ്റെ ഡിന്നേഴ്സ് നമ്മൾ 20th സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സ്പെൻഡ് ചെയ്യുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ടിൽ ഒരു ന്യൂ ഇയർ കഴിഞ്ഞ് നമ്മളൊരു 2nd വരെയാണ്. എല്ലാ ദിവസവും നമുക്ക് സ്പെഷ്യലി കാർവ്ഡ്, സ്പെഷ്യലി ഡിസൈൻ, ഷെഫ് ചോയ്സ് ബൊഫെ ഡിന്നേഴ്സ് ഉണ്ടാവും. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ബൊഫെ ലഞ്ചും ഉണ്ടാവും. So I'm at Vivanta Taj right now at Ernakulam and I absolutely love the experience. ഈ കേക്ക് മിക്സിംഗ് സെറിമണി ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നുള്ള സെറിമണി ഒക്കെയാണ്. ആൻഡ് ഐ ബോട്ട് മൈ മോം അലോങ് ആൻഡ് ഷി ഓൾസോ ലവ് ദ എക്സ്പീരിയൻസ് ആസ് വെൽ. ഫുഡും ഈ കേക്ക് മിക്സും ഒക്കെ ആകുമ്പോൾ ദ എൻവയൺമെൻറ്റ്, ദ അറ്റ്മോസ്ഫിയർ ബിക്കംസ് വെരി നൈസ് ആൻഡ് ഇലക്ട്രിക്. സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി ക്ഷണിതാക്കൾ കേക്ക് മിക്സിംഗ് സെറിമണി എന്നറിയപ്പെടുന്ന ഈ കേക്ക് കുഴക്കലിനായി എത്തുന്നു. പ്രമുഖ ഹോട്ടലുകളിലെല്ലാം വലിയ ആഘോഷമായി ഈ സെറിമണി നടക്കുന്നു. Awesome experience with most of our patrons coming over and blessing us with their presence. Our cake mixing ceremony is like an annual fair where people come, they get together, have a lot of fun, a lot of frolic. പ്ലം കേക്ക് നിർമ്മിക്കുവാനാവശ്യമായ വിവിധതരം പഴവർഗ്ഗങ്ങൾ, കിസ്മിസുകൾ, ഉണക്കമുന്തിരി, ഈത്തപ്പഴം, കൈതച്ചക്ക, അത്തിപ്പഴം, ചെറി, ആപ്രിക്കോട്ട്, ഇഞ്ചി, നാരങ്ങ, പിസ്ത, വാൽനട്ട്, അണ്ടിപ്പരിപ്പ്, ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് തുടങ്ങിയവ സമാസമം കൂട്ടിയോജിപ്പിച്ചാണ് കേക്ക് മിക്സിംഗ്. നമ്മൾ ഓൾമോസ്റ്റ് 18 വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. 2000 കിലോ ഫ്രൂട്ട്സാണ് നമ്മൾ ഈ പ്രാവശ്യം മിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്പൈസസ് ആണ് നമ്മുടെ പ്രത്യേകത. നമ്മുടെ സീക്രട്ട് സ്പൈസ് ഉണ്ട്. ആ സ്പൈസാണ് നമ്മുടെ പ്ലം കേക്കിന് ഫ്ലേവർ തരുന്നത്. പിന്നെ ഉള്ളത് ആൽക്കഹോളാണ്. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്ക് നമ്മൾ 8 മാസത്തോളം പ്രിസർവ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. അതായത് നമ്മൾ ഈ വർഷം ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം മിക്സ് ചെയ്താണ്. ആ മിക്സറിൽ ആണ് നമ്മൾ ഈ വർഷം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ, മൈദ, മുട്ട എന്നിവയും ഇതോടൊപ്പം മുന്തിയ വീഞ്ഞും വിവിധ തരത്തിലുള്ള മദ്യവും ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്യും. ഇത്തരം 17ലധികം ചേരുവകൾ യോജിപ്പിച്ച് പ്രത്യേക പാത്രത്തിൽ സൂക്ഷിച്ച് ഒരു വർഷത്തിന് ശേഷമാണ് താജ് ഗ്രൂപ്പ് ഹോട്ടലുകളിൽ കേക്കുകൾ തയ്യാറാക്കുന്നത്. Lots of signature spices, lots of liquor, and you name it and it's there. So this year we want you to be a part of the tradition. ഏതാണ്ട് 5000-ഓളം കേക്കുകൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവകൾ നീളമുള്ള മേശകളിൽ കൂട്ടിയിട്ട് കുഴച്ചാണ് ആഘോഷപൂർവ്വം കേക്ക് മിക്സിംഗ് സെറിമണി നടത്തിയത്. നമ്മളുടെ കേക്കിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് വി ആർ എക്സ്പെക്ടിങ് അറൌണ്ട് 4000 to 5000 കേക്ക്സ് ആണ്. മച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള, ദാറ്റ് ഈസ് വാട്ട് വി കോൾ മെച്ചുവേർഡ് പ്ലം കേക്ക്. നമ്മുടെ മെച്ചുവേർഡ് പ്ലം കേക്കിന് 1 year 365 days മെച്യൂരിറ്റി ഉള്ള റിഫൈൻഡ് ആയിട്ടുള്ള നമ്മുടെ മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പരമ്പരാഗത ക്രിസ്മസ് പ്ലം കേക്ക് തയ്യാറാക്കുന്ന ഈ ആഘോഷം എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഉത്സവകാലത്തിൻ്റെ ഉത്സാഹം പ്രതിഫലിപ്പിക്കുന്നു. ആൻഡ് ഓൾസോ എവ്രി വൺ ഹാഡ് സോ മച്ച് ഓഫ് ഫൺ. എല്ലാവരും ആ മിക്സിങ്ങിലും എല്ലാം ഭയങ്കര ഇൻവോൾവ് ആയിട്ടായിരുന്നു ചെയ്തത്. സോ താങ്ക് യു ടു എവ്രിബഡി ഹു കെയിം ആൻഡ് സപ്പോർട്ടഡ് അസ്.
മികച്ച ഗുണനിലവാരത്തിനായി മാർഗറിനു പകരം വെണ്ണ ഉപയോഗിക്കുന്നു. കൂടാതെ മുന്തിരി, സൽത്താന, ബ്ലാക്ക് കറന്റ്, ഈന്തപ്പഴം, ചെറി, അത്തിപ്പഴം, ആപ്രിക്കോട്ട്, ഓറഞ്ച്, ലെമൺ, ഇഞ്ചി പീലുകൾ, ഒപ്പം ഉണക്കപ്പഴങ്ങളും ബദാം, കശുവണ്ടി, പിസ്ത, വാൾനട്ട് എന്നിവയും ഉൾപ്പെടുത്തുന്നു. സുഗന്ധമുള്ള മസാലകളും മദ്യവും ചേർത്ത് ഒരു ഒത്തൊരുമയുടെ മിശ്രിതം. നമ്മൾ ആൽക്കഹോളിൽ റമ്മും വിസ്കി യൂസ് ചെയ്യുന്നുള്ളൂ. സോ വി ഡോണ്ട് മിക്സായിട്ട് വൈനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൽക്കഹോൾ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. സോ ആസ് യൂഷ്വൽ യൂറോപ്പിയൻസ് മിക്സ് ചെയ്യുന്നത് റമ്മും പിന്നെ വിസ്കിയാണ്. വൈൻ യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബിറ്റർ ആവും കേക്കിന് അതിൻ്റെ ഫ്ലേവർ കിട്ടില്ല. പിന്നെ ബിയർ മിക്സ് ചെയ്താലും അതും അതിൻ്റെ ബിറ്റർനെസ്സിലോട്ട് പോകും. വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അഫ്ഗാനി മുന്തിരി, ടർക്കിഷ് ആപ്രിക്കോട്ട്, ഇറാനി ഈന്തപ്പഴം, അർജന്റീനിയൻ പ്രൂൺസ്, കാൻഡിഡ് ഓറഞ്ച് എന്നിവയോടൊപ്പം ഹോം മെയ്ഡ് ചുവന്ന വീഞ്ഞും തേനും ഉൾപ്പെടുത്തി തങ്ങളുടേതായ പലതരം സ്പെഷ്യൽ രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്നു. ക്രിസ്മസ് കാലത്തേക്കുള്ള മധുരം എന്നതിനപ്പുറം കേക്ക് വലിയ വാണിജ്യ സാധ്യതകളുടെ രുചിലോകത്തേക്കുള്ള വാതിൽ കൂടിയാണ് തുറക്കുന്നത്.